എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 12 ഭക്തിയോഗം. മറ്റ് ചിന്തകളില്ലാതെ ഇല്ലെങ്കിൽ അന്യചിന്തയില്ലാതെ ആ പരമാത്മധ്യാനത്തിൽ ഉറച്ച മനസ്സുള്ളവർ താനെ മൃത്യുസംസാരത്തിൽ നിന്നും കരകയറും എന്ന് കൃഷ്ണൻ അർജുനനോട് പറയുന്ന 7ാമത് ശ്ലോകം കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കേട്ടു. ഇന്ന് 8ാമത് ശ്ലോകം മുതൽക്ക് നോക്കാം. ശ്ലോകം 8. മയ്യേവ മനാധൽസ്വ മയി ബുദ്ധിം നിവേശയ നിവസിഷ്യസി മയ്യേവ അത ഊർധ്വം ന സംശയ. മയി ഏവ മന ആധൽസ്വ, എന്നിൽ തന്നെ നീ മനസ്സിനെ ഉറപ്പിക്കൂ. മയി ബുദ്ധിം നിവേശയ, മനസ്സിനെ മാത്രമല്ല ബുദ്ധിയെയും എന്നിൽ തന്നെ കേന്ദ്രീകരിക്കൂ. അത ഊർധ്വം, എന്നാൽ മയി ഏവ നിവസിഷ്യസി, എന്നാൽ പിന്നെ നീ എന്നിൽ തന്നെയായിരിക്കും വസിക്കുന്നത് എന്ന്. സംശയം ന, അതിൽ സംശയമില്ല എന്ന്. എന്നിൽ തന്നെ നീ മനസ്സിനെയും ബുദ്ധിയെയും ഉറപ്പിക്കാൻ സാധിച്ചാൽ, ഇല്ലെങ്കിൽ കേന്ദ്രീകരിക്കാൻ സാധിച്ചാൽ പിന്നെ നീ എന്നിൽ തന്നെ ആയിരിക്കും വസിക്കുന്നത് എന്ന്. അതായത് നമ്മൾ ധ്യാനവും പ്രാർത്ഥനയും പൂജയും ജപവും എല്ലാം ശാരീരിക കർമ്മത്തിനപ്പുറം വളരെ സൂക്ഷ്മവും മാനസികവുമായി കാണാൻ സാധകൻ പരിശീലിക്കുന്നതിൻ്റെ ആവശ്യകതയാണ് ഇവിടെ ഊന്നി പറയുന്നത്. മനസ്സും ബുദ്ധിയും പൂർണ്ണമായും ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക്, അല്ലെങ്കിൽ ആ സാധകന് അയാളിൽ തന്നെ നിലനിൽക്കാൻ സാധിക്കും എന്ന്. 8ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. മയ്യേവ മന ആധൽസ്വ മയി ബുദ്ധിം നിവേശയ നിവസിഷ്യസി മയ്യേവ അത ഊർധ്വം ന സംശയ. ശ്ലോകം 9. അധ ചിത്തം സമാധാതും ന ശക്നോഷി മയി സ്ഥിരം അഭ്യാസയോഗേന തദാ മാമിച്ഛാപ്തും ധനഞ്ജയ. ധനഞ്ജയ, അല്ലയോ അർജുന, അധ ചിത്തം മയി, ഇനി മനസ്സിനെ എന്നിൽ തന്നെ സ്ഥിരം സമാധാതും സ്ഥിരമായി നിർത്താൻ ന ശക്നോഷി നിനക്ക് കഴിയുന്നില്ലെങ്കിൽ തഥാ അഭ്യാസയോഗേന, എന്നാൽ പിന്നെ അഭ്യാസയോഗം കൊണ്ട് മാം അവാപ്തും ഇച്ഛ, എന്നെ പ്രാപിക്കാൻ ശ്രമിക്കൂ, ഇല്ലെങ്കിൽ ആഗ്രഹിക്കൂ എന്ന്. അല്ലയോ അർജുന, മനസ്സിനെ സ്ഥിരമായി എന്നിൽ നിർത്താൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ അഭ്യാസയോഗം കൊണ്ട് എന്നെ പ്രാപിക്കാൻ ശ്രമിക്കൂ എന്നാണ് പറയുന്നത്. അഭ്യാസയോഗത്തെക്കുറിച്ച് 6ാം അധ്യായമായ ധ്യാനയോഗത്തിലെ 26ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചതാണ്. യതോ യതോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോ നിയമ്യേതത് ആത്മന്യേവ വശം നയേത്. ഏതേത് വിഷയങ്ങളിലേക്കാണോ മനസ്സ് പോകുന്നത് അതാത് വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ പിൻവലിച്ച് സ്വാധീനത്തിൽ നിർത്തണം എന്ന്. 9ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. അധ ചിത്തം സമാധാതും ന ശക്നോഷി മയി സ്ഥിരം അഭ്യാസയോഗേന തദാ മാമിച്ഛാപ്തും ധനഞ്ജയ. ശ്ലോകം 10. അഭ്യാസേപ്യസമർത്ഥോസി മത്കർമ്മ പരമോ ഭവ മദർത്ഥമപി കർമാണി കുർവൻ സിദ്ധിമവാപ്സ്യസി. അഭ്യാസേ അപി, അഭ്യാസയോഗത്തിനും അസമർത്ഥ അസി, നീ സമർത്ഥനല്ലെങ്കിൽ മത്കർമ്മപരമ ഭവ, എനിക്കായിക്കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ പ്രതിനിധി എന്ന നിലയിൽ കർമ്മം ചെയ്യാനായിട്ട് ശ്രമിക്കൂ എന്ന്. മദർത്ഥം, എനിക്ക് വേണ്ടി, മത് കർമ്മണി കുർവൻ അപി, കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് സിദ്ധിം അവാപ്സ്യസി, ആ പരമസിദ്ധിയെ പ്രാപിക്കാം എന്ന്. അല്ലയോ അർജുന, അഭ്യാസയോഗത്തിന് നീ സമർത്ഥനല്ലെങ്കിൽ എനിക്കായിക്കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ പ്രതിനിധിയായി നീ കർമ്മം ചെയ്യൂ. എനിക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്ത് നിനക്ക് ആ പരമസിദ്ധിയെ പ്രാപിക്കാം എന്ന്. എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി ചെയ്യാൻ സാധിച്ചാൽ സ്വാഭാവികമായിട്ടും മനസ്സിൽ ഈശ്വര സ്മരണ നിലനിർത്താൻ സാധിക്കും. ആ 10ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. അഭ്യാസേപ്യസമർത്ഥോസി മത് കർമ്മ പരമോ ഭവ മദർത്ഥമപി കർമാണി കുർവൻ സിദ്ധിമവാപ്സ്യസി. ഇനി അതിനും കഴിയുന്നില്ലെങ്കിൽ, അതാണ് 11ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നോക്കാം. ശ്ലോകം 11. അഥേതദപ്യശക്തോസി കർത്തും മദ്യോഗമാശ്രിത സർവകർമ്മഫലത്യാഗം തദ
കുരു യഥാത്മവാൻ അഥ ഏതത് അഭികർത്തും ഇനി ഇതുപോലും ചെയ്യാൻ അശക്ത അസി നീ ശക്തനല്ലെങ്കിൽ തഥാ എന്നാൽ പിന്നെ ഇനി ഇതുപോലും നിനക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല, നീ ശക്തനല്ല എങ്കിൽ എന്നോടുള്ള ആ ചേർച്ച ലക്ഷ്യമായി ഇല്ലേ തന്മയീഭാവം മുൻനിർത്തി എല്ലാ കർമ്മങ്ങളുടെയും കർമ്മഫലത്തെ ത്യജിക്കൂ എന്ന്. ആ കർമ്മത്തിൻ്റെ ഫലമൊക്കെ അപ്പോൾ ആരിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കണം? ഈശ്വരാർപ്പണമായിട്ട്, ഇല്ലെങ്കിൽ ഭഗവാനിലേക്കാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം എത്തിപ്പെടുന്നത് എന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചിട്ട് കർമ്മം ചെയ്യാൻ ശീലിക്കൂ എന്നാണ് പറയുന്നത്. മത് യോഗമാശ്രിത സർവകർമ്മഫലത്യാഗം, എന്നെ തന്നെ പരമലക്ഷ്യമായി കണ്ടുകൊണ്ട് ഇല്ലെങ്കിൽ ആശ്രയിച്ചുകൊണ്ട് മനസ്സംയമനത്തോടെ ആത്മസംയമനത്തോടെ എല്ലാ കർമ്മങ്ങളുടെയും കർമ്മഫലത്തെ ഉപേക്ഷിക്കൂ എന്ന് പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല. അതാണ് ആത്മസംയമനത്തോടെ എന്ന് എടുത്തു പറയുന്നത്. ഒന്നുകൂടെ നോക്കാം 11ാമത്തെ ശ്ലോകം. അധേതദപ്യശക്തോസി കർത്തും മത് യോഗമാശ്രിത സർവകർമ്മഫലത്യാഗം തത കുരു യഥാത്മവാൻ. ശ്ലോകം 12. ശ്രേയോ ഹി ജ്ഞാനമഭ്യാസാത് ജ്ഞാനാധ്യാനം വിശിഷ്യതേ ജ്ഞാനാത് കർമ്മഫലത്യാഗ ത്യാഗാത് ശാന്തിരനന്തരം. അഭ്യാസാത് അഭ്യാസത്തേക്കാൾ ജ്ഞാനം ശ്രേയ ഹി ജ്ഞാനം തന്നെയാണ് വളരെ ശ്രേഷ്ഠം. ജ്ഞാനാത് ജ്ഞാനത്തേക്കാൾ ധ്യാനം വിശിഷ്യതേ ധ്യാനം അതിലും വിശേഷമാണ് എന്ന്, അതിലും ശ്രേഷ്ഠമാണ് എന്ന്. പിന്നെയോ ധ്യാനാത് ധ്യാനത്തേക്കാൾ കർമ്മഫലത്യാഗ ശ്രേയ കർമ്മഫലത്യാഗം ശ്രേഷ്ഠമാകുന്നു. ത്യാഗാത് അനന്തരം ത്യാഗത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ശാന്തി ഉണ്ടാകുന്നു എന്ന്. അഭ്യാസാത് അഭ്യാസത്തേക്കാൾ ജ്ഞാനം ശ്രേഷ്ഠമാണ്, ജ്ഞാനത്തേക്കാൾ ധ്യാനം ശ്രേഷ്ഠമാണ്, ധ്യാനത്തേക്കാൾ കർമ്മഫലത്യാഗം ശ്രേഷ്ഠമാണ്. ആ ത്യാഗത്തിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ ശാന്തി ഉണ്ടാകുന്നു എന്ന്. അതുകൊണ്ടാണ് ഈ ജ്ഞാനികളെക്കാളും ധ്യാനം പരിശീലിച്ചവരെക്കാളും ഒക്കെ എളുപ്പം ത്യാഗികളുടെ മുമ്പിൽ, ത്യാഗം ചെയ്യാൻ മനസ്സുള്ളവരുടെ മുമ്പിൽ മനുഷ്യൻ പെട്ടെന്ന് കീഴടങ്ങി പോകും. ഉദാഹരണങ്ങൾ എത്ര വേണമെങ്കിലും പറയാം. രാമായണം ത്യാഗത്തിൻ്റെ കഥയാണ്, ബൈബിള് ത്യാഗത്തിൻ്റെ കഥയാണ്, യേശുദേവൻ അല്ലേ, ഗാന്ധിജിയുടെ ജീവിതം ആദ്യാവസാനം ത്യാഗത്തിൻ്റെ കഥയാണ്. ഇതെല്ലാം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ത്യാഗമാണ്. അങ്ങനെ ത്യാഗം ചെയ്താണ് ഇതെല്ലാം അമരത്വം നേടിയത്. 12ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ശ്രേയോ ഹി ജ്ഞാനമഭ്യാസാത് ജ്ഞാനാത് ധ്യാനം വിശിഷ്യതേ ധ്യാനാത് കർമ്മഫലത്യാഗ ത്യാഗാത് ശാന്തിരനന്തരം. ശ്ലോകങ്ങൾ 13ഉം 14ഉം ഒരുമിച്ച് തന്നെ നോക്കാം. അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്ര കരുണ ഏവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖസുഖക്ഷമീ സന്തുഷ്ട സതതം യോഗീ യദാത്മാ ദൃഢനിശ്ചയ മയ്യർപ്പിതമനോബുദ്ധി യോ മദ്ഭക്ത സമേ പ്രിയ. സർവഭൂതാനാമദ്വേഷ്ട സർവജീവികളോടും ദ്വേഷരഹിതനായും ഇല്ലെങ്കിൽ ഉപദ്രവ മനോഭാവമില്ലാതെയും മൈത്ര കരുണ ഏവച മൈത്രിയും കരുണയും ഉള്ളവനായിട്ടും നിർമ്മമ നിരഹങ്കാര മമതയും അഹന്തയും ഇല്ലാതെയും സുഖദുഃഖങ്ങളിൽ തുല്യഭാവമുള്ളവനായും ക്ഷമാശീലനും സതതം സന്തുഷ്ട സദാ സന്തോഷവാനായിട്ടും യോഗി ഏകാഗ്രചിത്തനും ആത്മനിയന്ത്രണമുള്ളവനും ദൃഢനിശ്ചയമുള്ളവനും മയ്യർപ്പിത മനോബുദ്ധികളെ എന്നിൽ അർപ്പിച്ചവനുമായ മദ്ഭക്തായ എൻ്റെ ഭക്തനാരാണോ സ മേ പ്രിയ അവൻ എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു എന്ന്. നമുക്കിതിനകത്ത് ഏതെല്ലാം യോഗ്യതകളുണ്ട് എന്ന് നമുക്ക് തന്നെ ഒന്ന് സ്വയം പരിശോധിക്കാവുന്നതാണ്. ഒരു ജീവികളോടും ദോഷമില്ലാതെയും സ്നേഹത്തോടും കരുണയോടും മമതയോടും പിന്നെ മാത്രമല്ല അഹങ്കാരമൊന്നുമില്ലാതെ സുഖദുഃഖങ്ങളിൽ തുല്യഭാവത്തോടെ മാത്രമല്ല ക്ഷമാശീലനായിട്ട് എപ്പോഴും സന്തോഷമുള്ളവനായിട്ട് ഏകാഗ്രമായ മനസ്സുള്ളവനായിട്ട് ആത്മനിയന്ത്രണത്തോടു കൂടിയിട്ട് ദൃഢനിശ്ചയത്തോടു കൂടിയിട്ട് മാത്രമല്ല മനസ്സിനെയും ബുദ്ധിയെയും ഒക്കെ
ഈശ്വരനിൽ സമർപ്പിച്ച സാത്വികമായ മനോഭാവത്തോടു കൂടിയിട്ടുള്ളവൻ ആരാണോ അവൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ് എന്നാണ് കൃഷ്ണൻ പറയുന്നത്. എല്ലാറ്റിലും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരേ ആത്മാവ് തന്നെയാണ്, ഒരേ ചൈതന്യം തന്നെയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആരെയും നമുക്ക് വെറുക്കാൻ സാധിക്കില്ല. നമ്മുടെ തന്നെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു അവയവത്തെ നമുക്ക് വെറുക്കാൻ സാധിക്കുമോ? അതേപോലെ തന്നെ ആ വിരാട് രൂപത്തിൻ്റെ ഓരോ അംഗങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോന്നും എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനെയും സ്നേഹിക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കും. അപ്പോഴൊക്കെയാണ് നമ്മളൊരു മിനിമം ഒരു ഭക്തനായി, ഒരു ഈശ്വരവിശ്വാസിയായി എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. 13ഉം 14ഉം ശ്ലോകങ്ങൾ ഒന്നുകൂടെ നോക്കാം. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖസുഖക്ഷമീ സന്തുഷ്ട സതതം യോഗി യദാത്മാ ദൃഢനിശ്ചയ മയ്യർപ്പിതമനോ ബുദ്ധി യോ മദ്ഭക്ത സമേ പ്രിയ. ഈ ശ്ലോകത്തിൻ്റെ തന്നെ തുടർച്ചയാണ് 15ാമത്തെ ശ്ലോകവും. അത് അടുത്ത ഭാഗം നോക്കാം. ഇന്നിവിടെ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.